A warm good morning to all. So, in the last class, we have just discussed about the Introduction to Companies Act 2013. Explain the history of Indian company law, the objects and the salient features of the Companies Act 2013. And we explain about company. Company is an incorporated association which is an artificial person created by law having separate entity with perpetual succession and a common seal. And we have discussed the characteristics of a company. It's a voluntary association, separate legal entity, perpetual succession, limited liability, transferability of shares, artificial legal person, common seal, capacity to sue and be sued, large amount of capital, winding up. Today, let us discuss the types or kinds of companies, or we can also call it as the classification of companies. കമ്പനീസിനെ മെയിൻലി 6 നമ്പേഴ്സായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ. നെക്സ്റ്റ് വരുന്നതാണ് ഓൺ ദി ബേസിസ് ഓഫ് ലയബിലിറ്റി, ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, on the basis of ownership, on the basis of control, and on the basis of nationality. Apart from this, there is also other forms of company. Okay, അങ്ങനെ 7 ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് കമ്പനീസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നിനും നോക്കാം. ഇപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 3 കാറ്റഗറീസ് വരുന്നുണ്ട്. ചാർട്ടേഡ് കമ്പനീസ്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്, രജിസ്റ്റേർഡ് കമ്പനീസ്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് കമ്പനീസ്. അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇനി ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, വൺ പേഴ്സൺ കമ്പനി. ഇനി അടുത്താണ് ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഗവൺമെൻറ് കമ്പനീസ്, നോൺ ഗവൺമെൻറ് കമ്പനീസ്. ഇനി ഓൺ ദി ബേസിസ് ഓഫ് കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി. ഇനി ഓൺ ദി ബേസിസ് ഓഫ് നാഷണാലിറ്റി ആണ് എന്നുണ്ടെങ്കിൽ നാഷണൽ കമ്പനീസ്, ഫോറിൻ കമ്പനീസ്. ഇനി അതർ ഫോംസ് ഓഫ് കമ്പനിയിൽ സ്മോൾ കമ്പനി, ഡിഫൻക്റ്റ് കമ്പനീസ്, ഡോർമൻ കമ്പനി, ലിസ്റ്റഡ് കമ്പനി, അസോസിയേറ്റഡ് കമ്പനി, പ്രൊഡ്യൂസർ കമ്പനി, അതുപോലെ തന്നെ നിധീസ്, അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്. ഇത്രയാണ് അതർ ഫോംസ് ഓഫ് കമ്പനിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഹെഡിലെയും ക്ലാസിഫിക്കേഷൻസിന് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ടൈപ്സിലേക്ക് വീതം പോവാം. ഫസ്റ്റ് വരുന്നതാണ് ഓൺ ദി ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ ഫോർമേഷൻ. ഒരു കമ്പനി ഫോം ചെയ്യുന്നതിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നത്? 3 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ചാർട്ടേഡ് കമ്പനീസ്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്, രജിസ്റ്റേർഡ് കമ്പനീസ്. ആദ്യം നോക്കുക ചാർട്ടേഡ് കമ്പനീസ്. ദീസ് ആർ ദി കമ്പനീസ് വിച്ച് ഫോംഡ് ബൈ ദി ക്രൗൺ. അതായത് നമ്മളുടെ രാജാവോ രാജ്ഞിയോ ഫോം ചെയ്തിട്ടുള്ള കമ്പനീസിനെയാണ് ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് കാലം പിറകിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെയൊക്കെ രാജ്യഭരണമായിരുന്നു അല്ലേ. അപ്പോൾ രാജാവ് ഫോം ചെയ്തിട്ടുള്ള കമ്പനീസിനെയാണ് ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത്. എ ചാർട്ടേഡ് കമ്പനി ഈസ് റെഗുലേറ്റഡ് ബൈ ദി ചാർട്ടർ ഇൻകോർപ്പറേറ്റിംഗ് ഇറ്റ് ആൻഡ് ദ കമ്പനീസ് ആക്ട് ഡസ് നോട്ട് അപ്ലൈ ടു ഇറ്റ്. അപ്പോൾ ആരാണോ, ഏത് ക്രൗണാണോ, ഏത് രാജാവാണോ ആ ഒരു കമ്പനി ഫോം ചെയ്തിട്ടുള്ളത് അവർ തന്നെ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ആ കമ്പനീസിന് ഫോളോ ചെയ്യുന്നത്, അല്ലാതെ കമ്പനീസ് ആക്ട് അല്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ചാർട്ടേഡ് ബാങ്ക്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ഇതെല്ലാം ചാർട്ടേഡ് കമ്പനീസിന് എക്സാമ്പിളാണ്. ഇൻഡിപെൻഡൻസിന് മുൻപൊക്കെ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചാർട്ടേഡ് കമ്പനീസ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു ടൈപ്പ് ഓഫ് കമ്പനീസ് നിലവിലില്ല. അപ്പോൾ ചാർട്ടേഡ് കമ്പനീസ് ആർ ഫോംഡ് ബൈ ദി ക്രൗൺ.
നെക്സ്റ്റ് പറയുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. These are the companies formed under a special statute or act passed by the parliament or state legislature is known as statutory company. പാർലമെൻറ്റിലെ ഒരു ആക്ട് പാസ്സാക്കിയിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ എന്തെങ്കിലും ആക്ടിൻ്റെ ബേസിസിലോ ഫോം ചെയ്യുന്ന കമ്പനീസിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നത്. അതായത് പബ്ലിക് യൂട്ടിലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പബ്ലിക് എൻ്റർപ്രൈസസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ഫോം ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ റെയിൽവേ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി കമ്പനീസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഇങ്ങനെയുള്ളതൊക്കെയാണ് മെയിനായിട്ടും ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിൽ വരുന്നത്. അതായത് ഒരു എക്കോണമിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്, ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളുടെ പാർലമെൻറ്റോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ ഒക്കെ ഫോം ചെയ്യുന്ന കമ്പനീസാണ്. റെയിൽവേ ഇല്ലേ, നമ്മളുടെ ഇന്ത്യയിലെ ട്രാൻസ്പോർട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി, ഓരോ ഏറ്റവും പാവപ്പെട്ട ആൾക്കാരിലേക്ക് പോലും ഇലക്ട്രിസിറ്റിയും ഗ്യാസും ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള കമ്പനി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മോണിറ്ററി സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, അതായത് ആൾക്കാരുടെ ഇടയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ് പാറ്റേൺ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ ഹ്യൂമൻ ലൈഫ്സിനെ സേവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്, റിസ്കിൽ നിന്ന് കവർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനും അതുപോലെ തന്നെ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പാർലമെൻറ്റിൻ്റെ ആക്റ്റിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ ആക്ടിൻ്റെ ബേസിസിലോ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്റ്റാറ്റ്യൂ അല്ലെങ്കിൽ സ്പെഷ്യൽ ആക്ടിൻ്റെ ബേസിസിൽ കൊണ്ടുവന്നിട്ടുള്ള കമ്പനീസിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് രജിസ്റ്റേർഡ് കമ്പനീസ്. രജിസ്റ്റേർഡ് കമ്പനീസ് ആർ ദി കമ്പനീസ് which are formed under the Companies Act 2013 or some earlier Companies Act. ഏതെങ്കിലും കമ്പനീസ് ആക്ടിൻ്റെ ബേസിസിൽ ഫോം ചെയ്തിട്ടുള്ള കമ്പനീസിനെയാണ് രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനീസ് ആക്ട് 2016 ആകാം, അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് 2013 ആകാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 1956 കമ്പനീസ് ആക്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ആക്ടിൻ്റെ ബേസിസിലൊക്കെ ഫോം ചെയ്തിട്ടുള്ള കമ്പനീസിനെ നമുക്ക് രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസിനെ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യും. ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? രജിസ്ട്രാർ. ഓരോ കമ്പനീസും ഇന്ത്യൻ കമ്പനീസ് ആക്ടിൻ്റെ ബേസിസിൽ രജിസ്ട്രാറുടെ അടുത്ത് പോയിട്ട് രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടുകയാണ്. നമുക്ക് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെയാണോ കിട്ടുന്നത് അതേ വാല്യൂ തന്നെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനും ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഓൺ ദി ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ. നെക്സ്റ്റ് വരുന്നതാണ് ഓൺ ദി ബേസിസ് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റിയുടെ ബേസിസിൽ എങ്ങനെയാണ് കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ആദ്യം നോക്കാം. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് കമ്പനീസ്. 3 രീതിയിലാണ് വരുന്നത് അല്ലേ. ആദ്യം നോക്കാം നമുക്ക് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് മീൻസ് എ കമ്പനി ഹാവിംഗ് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദി മെമ്മറാൻഡം to the amount if any unpaid on the shares respectively held by them. ഓക്കെ, അപ്പോൾ എന്താണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ കമ്പനിയുടെയും ഓണേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഷെയർ ഹോൾഡേഴ്സാണ്. എങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാക്കുന്നത്? കമ്പനിയുടെ ഷെയർസ് വാങ്ങിയിട്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കമ്പനിയുടെ കയ്യിൽ 10,100 ഷെയർസ് ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ എത്രയാണ് അവിടുത്തെ ഷെയർ ക്യാപിറ്റൽ വരിക? 10,000 × 100, 10 lakh അല്ലേ. അപ്പോൾ അവരുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 lakh rupees ആണ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി കമ്പനിയുടെ ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണ്. ഓക്കെ, ഇനി ഒരു ഷെയർ ഹോൾഡർ ഈ ഒരു കമ്പനിയുടെ 5 ഷെയർസ് വാങ്ങിയെന്ന് കരുതുക. അപ്പോൾ ആ ഒരു ഷെയർ ഹോൾഡർ എത്രത്തോളമാണ് കമ്പനിക്ക് കൊടുക്കേണ്ടത്? 100 × 5 എന്ന് പറയുമ്പോൾ 500 രൂപയാണ് ആ ഒരു ഷെയർ ഹോൾഡറുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഈ 500 രൂപയിൽ നമുക്കറിയാം ഒരു ഷെയർ വാങ്ങുമ്പോൾ തന്നെ അപ്ലിക്കേഷൻ മണി കൊടുത്തിട്ടുണ്ടായിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ അലോട്ട് മണി ചോദിക്കും. അപ്പോൾ അലോട്ട് മണി കൊടുക്കണം.
ഫസ്റ്റ് കോൾ വിളിക്കും, അപ്പോൾ ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് കൊടുക്കുക, സെക്കൻഡ് കോൾ വിളിക്കും, സെക്കൻഡ് കോളിൻ്റെ എമൗണ്ട് കൊടുക്കുക. എല്ലാ ഷെയർ ഹോൾഡേഴ്സും അങ്ങനെ ക്യാഷ് കൊടുക്കണമെന്ന് നിർബന്ധമായിട്ടുള്ള കാര്യമല്ല അല്ലേ. അപ്പോൾ ഈ ഒരു ഹോൾഡ് ചെയ്തിട്ടുള്ള ഷെയർസിൽ എത്രത്തോളമാണ് അൺപെയ്ഡ് ആയിട്ട് നിൽക്കുന്നത്, ആ അൺപെയ്ഡ് എമൗണ്ടുമ്പോൾ മാത്രമേ ഇവർക്ക് ലയബിലിറ്റി വരുന്നുള്ളൂ. ഇപ്പോൾ 500 രൂപ കൊടുക്കാനുള്ളതിൽ 400 രൂപ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഷെയർ ഹോൾഡറുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രത്തോളമാണ്? 100 ആണ്. എത്രയാണോ അൺപെയ്ഡ് ആയിട്ട് നിൽക്കുന്നത്, അൺപെയ്ഡ് ഓൺ ദി ഷെയർസ് ആർ ദി ലയബിലിറ്റി ഓഫ് ദാറ്റ് പേഴ്സൺ ഇൻ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. അപ്പോൾ ഇതിൽ എത്രയാണോ അൺപെയ്ഡ് ആയിട്ട് നിൽക്കുന്നത് 100 രൂപ, അത്ര മാത്രമാണ് ആ ഒരു ഷെയർ ഹോൾഡർക്ക് ആ കമ്പനിയോടുള്ള ലയബിലിറ്റി. ഇനി ഇപ്പോൾ 500 രൂപയും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഷെയർ ഹോൾഡർ ലയബിലിറ്റി എത്രത്തോളമാണ് വരുന്നത്? 500. ഇനിയിപ്പോൾ 100 രൂപയെ കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ 400 രൂപയാണ് അവിടെ ലയബിലിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ എത്രത്തോളമാണ് നമുക്ക് അവിടെ അൺപെയ്ഡ് ആയിട്ട് വരുന്നത്, അത്രയാണ് നമ്മളുടെ ലയബിലിറ്റി ആയിട്ട് അവിടെ കണക്കാക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. എന്തെങ്കിലും ഒരു ഗ്യാരണ്ടിയുടെ ബേസിസിലാണ് അവർക്ക് അവിടെ ലയബിലിറ്റി വരുന്നത്. എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഈസ് എ കമ്പനി ഹാവിംഗ് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദി മെമ്മറാൻഡം to such amount as the members may respectively undertake by the memorandum to contribute to the assets of the company in the event of its being wound up. അതായത് വൗണ്ട് അപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? വൈൻഡിങ് അപ്പ് ആണ്. വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കമ്പനി അടച്ചുപൂട്ടുക. ഒരു കമ്പനി അടച്ചുപൂട്ടാൻ പോകുന്ന സമയത്ത് നമുക്കറിയാം, പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ള ഒരു കമ്പനി ഒരിക്കലും അടച്ചുപൂട്ടാൻ പോവില്ല. എപ്പോഴും ഒരു ലോസ് മേക്കിംഗ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരായിരിക്കും കൂടുതലും വൈൻഡിങ് അപ്പിന് പോകുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വൈൻഡിങ് അപ്പിന് പോകുന്ന സമയത്ത് കമ്പനിക്ക് കമ്പനിയുടെ ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് കാശില്ല. അപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്ന് ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കമ്പനീസിന് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. കോൺട്രിബ്യൂട്ട് ടു ദി അസറ്റ്സ് ഓഫ് ദി കമ്പനീസ് ഇൻ ദി ഈവൻ്റ് ഓഫ് ഇറ്റ്സ് ബീയിങ് വൗണ്ട് അപ്പ്. ഒരു കമ്പനി വൈൻഡിങ് അപ്പിന് പോകുന്ന സമയത്ത് ആ കമ്പനിയിലേക്ക് അസറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ ക്യാഷ് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്ന് മെമ്മറാൻഡത്തിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള മെമ്പേഴ്സ് ഉള്ള കമ്പനീസിനെയാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇനി മെമ്മറാൻഡം എന്താണ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഒരു കമ്പനിയുടെ മെയിൻ ബുക്സ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു കമ്പനീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ടായിരിക്കുക ഈ ഒരു മെമ്മറാൻഡത്തിലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലുമാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയുന്നുണ്ട്, ഇന്ന മെമ്പർ ഒരു കമ്പനി, ഈ കമ്പനി വൈൻഡിങ് അപ്പിന് പോകുന്ന സമയത്ത് അസറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന്, ഇൻ ഓർഡർ ടു സെറ്റ് ഓഫ് ദി ലോസസ് ആൻഡ് ലോൺസ് ആൻഡ് ക്രെഡിറ്റേഴ്സിനെ അല്ലെങ്കിൽ ലോൺസോ എന്തെങ്കിലും ലോസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അസറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് കുറച്ച് മെമ്പേഴ്സ് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡീറ്റെയിൽസ് മെമ്മറാൻഡത്തിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കമ്പനീസിനെയാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, അൺലിമിറ്റഡ് കമ്പനീസ്. Unlimited company is a company not having any limit on the liability of its members. Liability in such a case extends to personal property of the shareholders and each and every member is liable for the debt of the company. Unlimited ആണ്, അവരുടെ ലയബിലിറ്റി ഒരിക്കലും അവസാനിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വരെ വിറ്റിട്ട് ആ ഒരു ഡെപ്റ്റ് അടച്ചു തീർക്കേണ്ട ലയബിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ അവിടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഇങ്ങനെയുള്ള കമ്പനീസിനെയാണ് അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഒരു കമ്പനിയിൽ എത്ര മെമ്പേഴ്സാണോ ഉള്ളത് അതിൻ്റെ ബേസിസിലാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ആദ്യം നമുക്ക് നോക്കാം. മെയിനായിട്ട് 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, 1 പേഴ്സൺ കമ്പനി. ആദ്യം പ്രൈവറ്റ് കമ്പനി. എ കമ്പനി വിച്ച് ഈസ് ഫോംഡ് വിത്ത് എ മിനിമം നമ്പർ ഓഫ് 2 പേഴ്സൺസ് ഈസ് നോൺ ആസ് പ്രൈവറ്റ് കമ്പനി. മിനിമം 2 പേരെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫോം ചെയ്യാൻ പറ്റുന്ന കമ്പനീസിനെയാണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്.
ദിസ് ഫോം ഓഫ് കമ്പനി ഈസ് പോസിബിൾ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ക്യാരിയിങ് ബിസിനസ് ഇൻ എ ഫാമിലി സെറ്റ്. അപ്പോൾ ഒരു ഫാമിലി ബേസിസിൽ കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നവർക്കാണ് ഈ ഒരു പ്രൈവറ്റ് കമ്പനി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി കമ്പനീസ് ആക്ട് 2013 ഈ ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് പറയുന്ന സെക്ഷനിൽ കുറച്ച് മാറ്റങ്ങൾ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ് സെക്ഷൻ 38, 2 എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള സെക്ഷൻ, അതിൽ തന്നെ ബ്രാക്കറ്റ്സിൽ കൊടുത്തിട്ടുള്ളതാണ് 68. അപ്പോൾ സെക്ഷൻ 2 68ാമത്തെ സബ് സെക്ഷൻ ആയിട്ടാണ് ഈ ഒരു പ്രൈവറ്റ് കമ്പനീനെ ഡിഫൈൻ ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഒരു കോർപ്പറേറ്റ് ലോ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ലോഡൊക്കെ ബുക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വൈഡായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്ന അത്രയും വലിയ ബുക്കുകളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയാണ് ഈ ഒരു പ്രൈവറ്റ് കമ്പനീനെ കുറിച്ചിട്ട് പറയുന്നത്, ആ ഒരു ഇൻഫർമേഷൻ എവിടെയാണ് തന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സെക്ഷനും സബ് സെക്ഷനൊക്കെ കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 2 സബ് സെക്ഷൻ 38 ഓഫ് കമ്പനീസ് ആക്ട് 2013 പ്രൈവറ്റ് കമ്പനീനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. Private company means a company having a minimum paid up share capital of 1 lakh rupees or such higher paid up share capital omitted by the Companies Amendment Act 2015 with effect from WEF എന്ന് പറയുന്നത് with effect from 29/5/2015 and which by its articles restricts the right to transfer its shares except in case of one person company. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൈവറ്റ് കമ്പനി? മീൻസ് എ കമ്പനി ഹാവിങ് എ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 1 lakh അല്ലേ. അതായത് ഒരു കമ്പനി മിനിമം അവരുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh rupees ആണ്. ഇനി ഇതിനേക്കാൾ എമൗണ്ട് കൂടാൻ സാധിക്കുമോ എന്നുള്ളത് 2015 കമ്പനീസ് ആക്ടിൽ, അതായത് 2013 കമ്പനീസ് ആക്ട് അമെൻമെൻറ്റ് നടത്തിയിട്ട് ചേഞ്ചസ് വരുത്തിയിട്ട് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് 2015 ആ ഒരു ആക്ട് നിലവിൽ വന്നു തുടങ്ങിയിട്ടുള്ളത് 29th May 2015 മുതലാണ് ആ ഒരു ചേഞ്ച് നിലവിൽ വന്നു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ പറയുകയാണ് ഓർ സച്ച് ഹയർ പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ ഒമിറ്റഡ് ബൈ ദി കമ്പനീസ് ആക്ട് 2015. ഇനി ഈ ഒരു 1 lakh എന്നുള്ളത് 2015 വരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 29th May 2015 മുതൽ ഈ ഒരു മിനിമം 1 lakh rupees ആണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വേണ്ടത് എന്നുള്ളത് ഒമിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അവിടെ കുറച്ച് കാര്യങ്ങൾ ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട്. റെസ്ട്രിക്ട്സ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ് ഷെയർസ്. പ്രൈവറ്റ് കമ്പനിയിലുള്ള മെമ്പേഴ്സിനെ അവരുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. എക്സംപ്റ്റ് ഇൻ കേസ് ഓഫ് 1 person കമ്പനി. 1 person കമ്പനിയിൽ പക്ഷേ ആ റെസ്ട്രിക്ഷൻ ഇല്ല. അതായത് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ലിമിറ്റ്സ് ദ നമ്പർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓഫ് 200. അതുപോലെ തന്നെ മാക്സിമം പ്രൈവറ്റ് കമ്പനിയിൽ എത്രയാണ് മെമ്പേഴ്സ് വരാൻ സാധിക്കുക? 200 ആണ്. അതായത് മിനിമം 2 members വെച്ചിട്ടും മാക്സിമം 200 members ഉള്ളതാണ് നമ്മളുടെ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഇനി അവിടെ പറയുന്നതാണ് പ്രൊവൈഡഡ് ദാറ്റ് where 2 or more persons hold 1 or more shares in a company jointly, they shall for the purpose of this clause be treated as a single member. ഇനി അവിടെ പറയുന്നതാണ് 2 or more members ഒരു കമ്പനിയുടെ ഒരു ഷെയറോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഷെയർ ഹോൾഡ് ചെയ്യാണ്. ജോയിൻ്റ്ലി ആണ് അവർ ഹോൾഡ് ചെയ്യുന്നത്. അതായത് 2 പേഴ്സൺസ് കൂടിയിട്ടാണ് ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് അതിനെ സിംഗിൾ മെമ്പറായിട്ടാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയാണ്, ആ കമ്പനിയുടെ ഒരു ഷെയറിന് ഇപ്പോൾ 60,000 രൂപയാണെന്ന് വിചാരിക്കാം. ഈ 60,000 രൂപയുള്ള ഷെയർ 2 വ്യക്തികൾ ചേർന്നിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഒരാൾ 30,000 വേറൊരാൾ 30,000 കൊടുത്തിട്ടാണ് ആ ഒരു കമ്പനിയുടെ ഒരു ഷെയർ വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ 2 പേരെയും നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു സിംഗിൾ മെമ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? ഒരു ഷെയറാണ് ആ 2 പേരും വാങ്ങിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സിംഗിൾ മെമ്പറായിട്ടാണ് നമ്മളവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമുക്ക് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. പ്രൈവറ്റ് കമ്പനിയിലെ മിനിമം 2ഉം മാക്സിമം 200 മെമ്പേഴ്സുമാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കാം പ്രൊവൈഡഡ് ഫർദർ ദാറ്റ്. അതുപോലെ തന്നെ കുറച്ചുകൂടി കൂടുതൽ ഡീറ്റെയിൽസ് പ്രൈവറ്റ് കമ്പനീനെ കുറിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് കരുതിയാൽ
പേഴ്സൺസ് ഹു ആർ ഇൻ ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരെ നമുക്ക് മെമ്പേഴ്സായിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സൺസ് ഹു ഹാവിങ് ബീൻ formerly in the employment of the company were members of the company while in that employment and have continued to be member after the employment ceased shall not be included in the number of members. അതായത് ഒരു പേഴ്സൺ മുൻപ് കമ്പനിയുടെ എംപ്ലോയി ആയിരുന്നു. ആ എംപ്ലോയി ആയിരുന്ന സമയത്ത് ആ കമ്പനിയുടെ മെമ്പറും ആയിരുന്നു. പ്രൈവറ്റ് കമ്പനിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനിയുടെ മെമ്പറും കൂടിയായിരുന്നു. ഇനി അതിനുശേഷം എംപ്ലോയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ആൻഡ് ഹാവ് കണ്ടിന്യൂഡ് ടു ബി മെമ്പർ ആഫ്റ്റർ ദി എംപ്ലോയ്മെൻറ്റ് സീസ്ഡ്, അതായത് എംപ്ലോയിയുടെ ജോലി രാജിവെച്ചു എന്ന് കരുതുക, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് മാറിയാലും ഹാവ് കണ്ടിന്യൂഡ് ടു ബി മെമ്പർ ഷാൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദി നമ്പർ ഓഫ് മെമ്പേഴ്സ്. അയാൾ എത്ര കാലം ജോലി ചെയ്തോ അത്ര കാലം അയാൾ കമ്പനിയുടെ മെമ്പറാണ്. അതിനുശേഷം നമുക്ക് ഷാൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദി നമ്പർ ഓഫ് മെമ്പേഴ്സ്, ആ ഒരു കമ്പനിയുടെ മെമ്പറായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് പറയുന്നതാണ് പ്രൊഹിബിറ്റ്സ് എനി ഇൻവിറ്റേഷൻ ടു ദി പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ എനി സെക്യൂരിറ്റീസ് ഓഫ് ദി കമ്പനീസ്. ഒരു കമ്പനീസിൻ്റെ ഏതെങ്കിലും സെക്യൂരിറ്റീസ് വാങ്ങാൻ വേണ്ടിയിട്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറൽ പബ്ലിക്കിന് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ കമ്പനിയിലുള്ള പ്രൈവറ്റ് പാർട്ടീസിന്, ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. ഇനി മിനിമം 2ഉം മാക്സിമം 200 മെമ്പേഴ്സുമാണ് പ്രൈവറ്റ് കമ്പനീസിൽ വരുന്നുള്ളൂ. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് ഇഷ്യൂ നടത്താൻ സാധിക്കില്ല. ഇനി ആ ഒരു കമ്പനീസിൽ എംപ്ലോയ്മെൻറ്റ് നടത്തുന്ന മെമ്പേഴ്സിനെ നമുക്ക് കമ്പനി മെമ്പേഴ്സായിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ബട്ട് വെൻ ദേ ഗെറ്റ് സീസ്ഡ്, അതായത് അവർ ജോലിയിൽ നിന്ന് രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അവരെ കമ്പനിയുടെ മെമ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ, പ്രൈവറ്റ് കമ്പനിയുടെ നെയിമിൻ്റെ ലാസ്റ്റിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് പബ്ലിക് കമ്പനി. അതായത് ഒരു പബ്ലിക് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഇസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനി അല്ലാത്തതിനെയല്ല നമുക്ക് പബ്ലിക് കമ്പനി എന്ന് വിളിക്കാവുന്നതാണ്. ആൻഡ് ഹാസ് എ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 5 lakh rupees or such higher paid capital omitted by the Companies Act 2015. ഓക്കെ, അപ്പോൾ കമ്പനീസ് ആക്ട് 2015 മുൻപ് വരെ പബ്ലിക് കമ്പനിയിലെ മിനിമം ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 lakh rupees ആയിരുന്നു. പക്ഷേ അതിനുശേഷം, അതായത് 29 May 2015 ശേഷം ഈ ഒരു മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം എന്താണ്, 2013 ശേഷം 15 അമെൻമെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇനി അവിടെ പറയുകയാണ് ഒരു പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് പ്രൊവൈഡഡ് ദാറ്റ് എ കമ്പനി വിച്ച് ഇസ് സബ്സിഡിയറി ഓഫ് എ കമ്പനി ആൻഡ് നോട്ട് ബീയിങ് എ പ്രൈവറ്റ് കമ്പനി, അതൊരു പ്രൈവറ്റ് കമ്പനി അല്ല. അതുപോലെ തന്നെ ആ ഒരു കമ്പനിയുടെ ഷെയർസ് ജനറൽ പബ്ലിക്കിനെ ഇഷ്യൂ ചെയ്യാം, ഇൻവൈറ്റ് ചെയ്യാം, ജനറൽ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാം ഈ ഒരു കമ്പനിയുടെ ഷെയർസ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ ആൾക്കാർ വെറുതെ അങ്ങോട്ട് വന്നിട്ട് വാങ്ങില്ല, അവരെന്ത് നടത്തണം, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം അല്ലേ. ആ കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ്, ബ്രൗഷർ പോലെയുള്ള ഇൻഫർമേഷൻസൊക്കെ ഈ ഒരു പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ കമ്പനീസിന്, പബ്ലിക് കമ്പനീസിന് പ്രോസ്പെക്ടസ് ഉണ്ടായിരിക്കും. ഈ ഒരു പ്രോസ്പെക്ടസ് കാണിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ജനറൽ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഒരു കമ്പനിയുടെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ പബ്ലിക് കമ്പനിയുടെ ഷെയർസ് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. ഇനി മിനിമം 7 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പബ്ലിക് കമ്പനി ഫോം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി കമ്പനീസ് ആക്ട് 2015 പ്രകാരം ദ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഓഫ് ₹5 lakh for forming a public company has been done away and no minimum paid up capital requirements will now apply for incorporating public companies in India. നമ്മൾ പറഞ്ഞു May 2015 മുൻപ് വരെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 lakh rupees ആയിരുന്നു. അതിനുശേഷം എന്തുണ്ടായി, പബ്ലിക് കമ്പനീസിന് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 lakh വേണമെന്നുള്ളത് കമ്പൽസറി അല്ലാതെ മാറി. അപ്പോൾ എത്ര എമൗണ്ട് ഉണ്ടെങ്കിലും അവർക്ക് പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി The Companies Act 2013 required all companies to file the following additional declarations with the Registrar of Companies.
ഇനി ഒരു പബ്ലിക് കമ്പനി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന കുറച്ച് ഡീറ്റെയിൽസ് നമ്മളുടെ രജിസ്ട്രാറുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ കുറച്ച് ഡിക്ലറേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. എന്തൊക്കെ ഡിക്ലറേഷൻസ് ആണ്? ഡിക്ലറേഷൻ ബൈ എ ഡയറക്ടർ ദാറ്റ് മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഹാസ് ബീൻ പെയ്ഡ്. അതായത് ഒരു കമ്പനിയുടെ ഡയറക്ടർ, നമുക്കറിയാം കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്. ഈ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം വൈഡ്ലി സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുകയാണ്. പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ നിന്നുള്ളവരൊക്കെ ആയിരിക്കും ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയർസ് വാങ്ങിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ പല പ്ലേസിൽ കിടക്കുന്ന, വൈഡ്ലി സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ആ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സ് തന്നെ സെലക്ട് ചെയ്യുന്ന പേഴ്സൺസാണ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഈ ഡയറക്ടേഴ്സാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റുകളെല്ലാം നോക്കുന്നത്. അപ്പോൾ ഈ ഡയറക്ടേഴ്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്താണ് ഡിക്ലെയർ ചെയ്യേണ്ടത്? കമ്പനിയുടെ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, പെയ്ഡ് ആണ് എന്നുള്ള ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പനി ഹാസ് ഫയൽഡ് വെരിഫിക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ്. രജിസ്റ്റേർഡ് ഓഫീസിലേക്ക് അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് എല്ലാ വെരിഫിക്കേഷൻസും കൃത്യമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതും ഉറപ്പുവരുത്തണം. അപ്പോൾ കമ്പനീസ് ആക്റ്റിൽ പബ്ലിക് കമ്പനീസ് ഈ പറയുന്ന ഡിക്ലറേഷൻസും വെരിഫിക്കേഷൻസും നടത്തേണ്ടത് കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയാണ് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിനെ കമ്പനീനെ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, 1 പേഴ്സൺ കമ്പനി.